ചുവട്ടിൽ വെള്ളമൊഴിച്ച് കൊടുത്തു വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷങ്ങൾ ആയിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് വെള്ളം അന്വേഷിച്ച് കണ്ടെത്തിയ ചെടികളാണ് വൻ വൃക്ഷങ്ങൾ ആയിട്ടുള്ളത്. വളരെ അർത്ഥഗർഭമായ ഒരു ജീവിത സത്യമാണിത്. നമ്മൾ ഏറ്റവും അധികം വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തുന്നത് എന്തിനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വാഴയെയാണ്. തടമെടുത്ത് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തുന്ന വാഴ മറ്റു വൃക്ഷങ്ങളെ അപേക്ഷിച്ച് പെട്ടെന്ന് വളരുന്നുണ്ട്, വേഗം ഫലവും തരും. എന്നാൽ ഒരു കാറ്റ് വന്നാൽ പറമ്പിൽ ആദ്യം മറിഞ്ഞു വീഴുന്നത് വാഴയാണ്. എന്താണതിന് കാരണം? ധാരാളം വെള്ളം ചുവട്ടിൽ തന്നെ ദിനവും കിട്ടിയതുകൊണ്ട് വാഴയ്ക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം തേടി മണ്ണിലേക്ക് അധികം വേര് ആഴ്ത്തിയതുമില്ല, തായ് വേര് ഉണ്ടായില്ല. അതിന്റെ ആവശ്യമേ തോന്നിയില്ല തന്നെ. വേരുകൾക്ക് ബലം കുറവായിരുന്നു. അതുകൊണ്ടാണ് കാറ്റത്ത് അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പോയത്. എന്നാൽ കാട്ടിൽ ഒരു ചെടി വളരുന്നുണ്ടായിരുന്നു. അതിന് ആരും വെള്ളമൊഴിച്ചു കൊടുക്കാനില്ലായിരുന്നു, വളമിട്ട് കൊടുക്കാനില്ലായിരുന്നു. കരിഞ്ഞുണങ്ങി പോകും എന്ന് തോന്നിയപ്പോൾ കൊടിയ വേനലിൽ അത് ജലം തേടി തായ്വേര് മണ്ണിലേക്ക് ആഴ്ത്തി. മറ്റു വേരുകൾ ജലം അന്വേഷിച്ച് ചുറ്റുപാടും ദൂരേക്ക് പടർത്തി. പാറക്കെട്ടുകൾക്കിടയിലൂടെ നൂണ്ടു കയറി സാവധാനം വളർന്ന് ഒരു വടവൃക്ഷമായി മാറി. കാറ്റ് വന്ന് അതിനെ ആടിയുലച്ചു. എന്നാൽ അത് കൂസലന്യെ അനേകം കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു. കാരണം പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് വളർന്നതിനാൽ അതിന് ഉറച്ച കാതൽ രൂപപ്പെട്ടിരുന്നു. വേരുകൾ ദൃഢമായി ആഴത്തിലും ചുറ്റിലും മണ്ണിലും പാറക്കെട്ടുകളിലും അള്ളിപ്പിടിച്ചിരുന്നു. പറഞ്ഞു വരുന്നത് ഇതാണ്: ഞാനോ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് വളർന്നത്. എന്റെ മക്കൾ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അറിയരുതെന്ന് കരുതി യാതൊരു അല്ലലും അലച്ചിലും അറിയിക്കാതെയാണ് ഞാൻ അവരെ വളർത്തിക്കൊണ്ടുവന്നത്. ചില മാതാപിതാക്കന്മാർ അഭിമാനത്തോടെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ കുട്ടികളോട് ചെയ്യുന്നത് വലിയ ഒരു അപരാധമാണ് എന്നറിയുക. ചെറിയ ഒരു പ്രതിസന്ധിയോ നാണക്കേടോ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, കോളേജ് വിദ്യാർത്ഥികൾ പോലും ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന എത്രയോ സമകാലിക സംഭവങ്ങൾക്ക് നമ്മൾ ഇതിനോടകം സാക്ഷ്യം വഹിച്ചു. പ്രണയം തകർന്നവന്, പരീക്ഷയിൽ പരാജയപ്പെട്ടവന്, ഫുൾ A+ കിട്ടാത്തവന്, അമ്മ വഴക്ക് പറഞ്ഞവന്, അപ്പൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചവന്, പരീക്ഷയിൽ കോപ്പിയടി പിടിച്ചവന്. കഴിഞ്ഞ തലമുറ നിസ്സാരമായി അഭിമുഖീകരിച്ചിരുന്ന ഇത്തരം കാര്യങ്ങൾക്ക് മുന്നിൽ പെട്ടെന്ന് വാടി തളർന്നു പോവുകയാണ് നമ്മുടെ മക്കൾ. ജീവനൊടുക്കിയ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യില്ല എന്നവന് മാതാപിതാക്കൾ പറഞ്ഞ കാരണം അത്ഭുതപ്പെടുത്തി. അവൾ അങ്ങനെയൊന്നും ചെയ്യാൻ ധൈര്യമുള്ള കുട്ടിയല്ല. അവൾക്ക് മുടി ചീകി കെട്ടിക്കൊടുത്തിരുന്നത് പോലും അമ്മയാണ്. അവളെ ആരോ അപായപ്പെടുത്തിയതാവണം എന്ന്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും പരിപരുത്ത വശങ്ങളും കുഞ്ഞുങ്ങൾ അറിഞ്ഞു വളരട്ടെ. ചോദിക്കുന്നവെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവരെ പ്രീണിപ്പിക്കരുത്. പണമുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അവരറിയണം. അമേരിക്കയിലും മറ്റും ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ സ്വയം അധ്വാനിച്ച് പണം സമ്പാദിക്കാൻ പരിശീലിപ്പിക്കാറുണ്ട്. സ്കൂൾ സമയത്തിന് ശേഷം റെസ്റ്റോറന്റുകളിലും സൂപ്പർ മാർക്കറ്റിലുമൊക്കെ സഹായിച്ച് അവർ അധ്വാനത്തിന്റെ വില അറിയാൻ നിർബന്ധിതരാകും. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ കൗമാരക്കാരിയായ മകൾ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന ചിത്രം വാർത്തയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ് എന്നറിഞ്ഞു. മക്കൾക്ക് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം ഓഹരിയായി നൽകുന്നുള്ളൂ അത്രേ. അവന് കാരണമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവർക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസവും അടിയുറച്ച ദൈവവിശ്വാസവും നൽകി. ഇനിയുള്ളത് അവർ തന്നെ അധ്വാനിച്ച് നേടിയെടുക്കട്ടെ. എങ്കിലേ അവർക്ക് ആത്മാഭിമാനം തോന്നുകയുള്ളൂ. ഗുജറാത്തിലെ കോടീശ്വരനായ സാവ്ജി ദൊലാഖിയ തന്റെ 21 വയസ്സുകാരൻ മകൻ ദ്രവ്യയെ 3 ജോഡി ഡ്രസ്സും അത്യാവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാൻ കുറച്ചു മാത്രം പണവും നൽകി ഒരു മാസത്തേക്ക് കേരളത്തിലേക്ക് പറഞ്ഞയച്ചത് വായിച്ചതോർക്കുക. കൊച്ചിയിലെ ഒരു കുടുസുമുറിയിൽ താമസിച്ച് ബേക്കറികളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്ത് ഒരു മാസം പിന്നിട്ട് തിരിച്ച് വീട്ടിലെത്തിയ ദ്രവ്യ പുതിയ ഒരു മനുഷ്യനായി മാറിയിരുന്നു അത്രേ. നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ തിരികെ വണ്ടിയിറങ്ങിയപ്പോൾ ദാഹിച്ച് കുപ്പിവെള്ളം വാങ്ങി കുടിക്കാൻ തോന്നിയത് വേണ്ടെന്ന് വെച്ച് സ്റ്റേഷനിലെ കുടിവെള്ള സംവിധാനത്തിൽ നിന്ന് വെള്ളം കുടിച്ചത് കുപ്പിവെള്ളത്തിന്റെ വിലയായ 15 രൂപയുടെ മൂല്യം അറിഞ്ഞതുകൊണ്ടാണെന്ന് ദ്രവ്യ പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വായിക്കാനിടയായി.
വീട്ടിലെത്തിയ ഉടനെ അവൻ ആദ്യം ചെയ്തത് എന്താണെന്നോ, ആഡംബര ഷൂസുകളുടെ വലിയ ഒരു കളക്ഷൻ അവനുണ്ടായിരുന്നു. അതെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ഇനി എനിക്ക് ഏത് ലളിതമായ സാഹചര്യങ്ങളിലും പ്രശ്നങ്ങളിലും ജീവിക്കാനാകും. തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവൻ പറയുന്നു, കോടിക്കണക്കിന് രൂപ സമ്പാദ്യമായി നൽകുന്നതിനേക്കാൾ തന്റെ മകന് നൽകാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഇതുപോലുള്ള ജീവിത മൂല്യങ്ങളാണെന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അവനെ ഓർത്ത് ഇനി അയാൾക്ക് ദുഃഖിക്കാൻ ഇടവരില്ല. തീർച്ച. അവധി ദിവസങ്ങളിൽ കുട്ടികളെയും കൂട്ടി ഷോപ്പിംഗ് മാളുകളിലും ടൂറിസ്റ്റ് സ്പോട്ടുകളിലും ബീച്ചുകളിലും ഒക്കെ ചുറ്റാൻ പോകുന്നവരുണ്ട്. ചില കുട്ടികൾ കണ്ടു വളരുന്നത് ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ മുഖങ്ങൾ മാത്രമാണ്. മനുഷ്യ ജീവിതത്തിന്റെ മറുവശങ്ങളും കൂടി അവരെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കൊട്ടാരത്തിനകത്ത് സർവ്വസുഖങ്ങളും അനുഭവിച്ച് വളർന്ന സിദ്ധാർത്ഥ രാജകുമാരൻ ശ്രീബുദ്ധനായത് അങ്ങനെയാണല്ലോ. കുടുംബം ഒന്നിച്ച് ഒരു അനാഥ മന്ദിരമോ വൃദ്ധമന്ദിരമോ ശാരീരിക മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങളോ സന്ദർശിച്ച് കുറച്ചു സമയം അവിടെ അന്തേവാസികൾക്കൊപ്പം ചിലവഴിക്കുക. അല്ലെങ്കിൽ ഒരു ആസ്പത്രിയുടെ ക്യാൻസർ വാർഡ് സന്ദർശിച്ച് രോഗികളോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുട്ടികളെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ നിശ്ചയമായും സഹായിക്കും. സ്കൂളുകളിലും കോളേജുകളുമൊക്കെ ഇത്തരം സന്ദർശനങ്ങൾ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റുന്നതും നല്ലതാണ്. ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയുടെ ക്യാൻസർ വാർഡിലും അഗതികളുടെ വാർഡിലുമൊക്കെ കൊണ്ടുചെന്ന് ഒരു ദിവസം അവിടെ ചിലവഴിച്ചതിന് ശേഷം വൈകിട്ട് ഒരുമിച്ചുകൂടി അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പലരും പൊട്ടിക്കരയുന്നത് കാണാൻ ഇടയായിട്ടുണ്ട്. ഇപ്പോഴുള്ള ഫോൺ മാറ്റി ആപ്പിളിന്റെ ഫോൺ വാങ്ങിത്തരാത്തവന് ഒരാഴ്ചയായി അപ്പനോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. ക്യാൻസർ വാർഡിലെ രോഗികളുടെ കൂടെ ഒരു ദിവസം ചിലവഴിച്ചതോടെ എന്റെ പരാതി മാറി. അപ്പനെ അവിടെ വെച്ചവനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഒരാൺകുട്ടി പറഞ്ഞത് ഓർക്കുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ മരണം വരെ കൂടെ നിർത്തി സംരക്ഷിക്കും. അവരെ തനിച്ചാക്കി എനിക്കൊന്നും നേടേണ്ട. മക്കൾ ഉപേക്ഷിച്ച് അഗതികളുടെ വാർഡിലെത്തിയ വൃദ്ധന് ദിവസം മുഴുവൻ കൂട്ടുനിൽക്കാൻ ചുമതലപ്പെടുത്തിയ കുട്ടി അതിനുശേഷം വിതുമ്പിക്കൊണ്ട് പറഞ്ഞതാണ്. എറണാകുളം നഗരത്തിൽ ഭവനരഹിതരായി അലഞ്ഞു തിരിയുന്ന പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ 60ഓളം പാവങ്ങളെ ലുലുമാൾ കാണിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. തിയേറ്ററിൽ അവരോടൊപ്പം സിനിമ കണ്ടും പാരഗൺ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം നൽകിയും മാളിനുള്ളിൽ അവരെ ചുറ്റിക്കാണിക്കാൻ ഓരോരുത്തർക്കുമൊപ്പം ഒരു കോളേജ് വിദ്യാർത്ഥിയെയും കൂട്ടുവിട്ടു. കോളേജിന്റെ പരിസരത്തുള്ള വീടുകൾ കയറിയിറങ്ങി പാഴ്വസ്തുക്കൾ പെറുക്കി വിറ്റാണ് അതിനുള്ള ഫണ്ട് കുട്ടികൾ സ്വരൂപിച്ചത്. വൈകിട്ട് അവരെ പിരിയുമ്പോൾ കുട്ടികളിൽ പലരുടെയും കണ്ണ് നിറയുന്നത് കണ്ടു. അതെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ നന്മയുടെ വിത്തുകളുണ്ട്. കരുതലോടെ അത് വളർത്തിയെടുത്താൽ മതി. ബുദ്ധി മാത്രം വളർന്നവരാകാതെ ഹൃദയം കൂടി വളർന്നവരാകട്ടെ നമ്മുടെ മക്കൾ. സൂര്യന് കീഴെയുള്ള ഏതൊരു അറിവും ആരുടെയും സഹായം കൂടാതെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ അറിവിനേക്കാൾ പ്രധാനമായി അവർക്ക് നൽകേണ്ടത് തിരിച്ചറിവുകളാണ്. തിരിച്ചറിവുകളില്ലാത്ത അറിവുകൾ ഉപകാരത്തിൽ ഉപരി ഉപദ്രവമേ ചെയ്യൂ. മാതാപിതാക്കന്മാരെ വൃദ്ധമന്ദിരങ്ങളിൽ നടതള്ളുന്നവരും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങി വിവാഹമോചനം തേടുന്നവരുമൊക്കെ അറിവ് കുറഞ്ഞവരെക്കാൾ ഏറെ അറിവ് കൂടുതൽ ഉള്ളവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങളോടും ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട്. പലർക്കും ജീവിതത്തോടെ ഒത്തിരി പരാതികളുണ്ട്. ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കുടുംബം സാമ്പത്തികമായി പിന്നോക്കമാണ്, വീട്ടിൽ സമാധാനമില്ല, മറ്റ് കുട്ടികൾക്ക് ഉള്ളതുപോലെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നിങ്ങനെ. ശരിയാണ്, എല്ലാവർക്കും ജീവിതം ഒരേ തരത്തിലുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നൽകിയെന്ന് വരില്ല. ചിലർ ക്ലേശകരമായ ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയും ഒക്കെ കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ ഒന്നോർക്കണം, ഇത്തരം പ്രതിസന്ധികളിൽ തളർന്നിരിക്കാതെ ആരെയും പടിചാരാതെ വളരാനുള്ള നല്ല അവസരമാക്കി അവനെ മാറ്റാൻ കഴിയണം. ആരും നിങ്ങൾക്ക് ചുവട്ടിൽ വെള്ളം ഒഴിച്ചു തരാനില്ലേ എങ്കിൽ അത് ഒരു വടവൃക്ഷമായി രൂപാന്തരപ്പെടാനുള്ള സുവർണ അവസരമാക്കി തീർക്കണം. പ്രതികൂലങ്ങൾ ഒരാളുടെ കാതൽ കരുത്തുള്ളതാക്കും. ഭാവിയിൽ ഏത് സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കാൻ അത് സഹായകമാകും. പരിശോധിച്ചു നോക്കിയാൽ ലോകത്തിൽ തങ്ങളുടെ ചരിത്രം അവിസ്മരണീയമാക്കിയ അനേകം ആളുകൾ ഇത്തരത്തിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ ആഴത്തിൽ വേരോടിച്ച് സ്വയം വെള്ളവും വളവും കണ്ടെത്തി വളർന്നവരാണ്. എബ്രഹാം ലിങ്കൺ, സ്റ്റീവ് ജോബ്സ്, ബരാക് ഒബാമ, APJ അബ്ദുൽ കലാം, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഇങ്ങനെ
സുഖകരമായ കുട്ടിക്കാലം ഇല്ലാതിരുന്ന എത്രയോ പേരുടെ ജീവിതകഥകൾ നമുക്ക് മുന്നിലുണ്ട്. അല്ലെങ്കിൽ തന്നെ മുൻ തലമുറയിൽ എത്ര പേർക്കുണ്ടായിരുന്നു ഇന്നുള്ളതുപോലെ അല്ലലറിയാത്ത ബാല്യം? നിങ്ങൾ എവിടെ തുടങ്ങി എന്നതല്ല, എവിടെ എത്തിച്ചേർന്നു എന്നതാണ് പ്രധാനം.